സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. 8th ഹിന്ദി യൂണിറ്റ് 5 സിറിയാക്കി ബേട്ടി പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് രണ്ടാമത്തെ ഭാഗം നോക്കാം. അനുബന്ധ कार्य पेज नंबर 92. युद्ध की हर कहानी ही बेचैन करने वाली होती है. युद्ध के विरुद्ध नारा बनाए. യുദ്ധത്തിൻ്റെ ഓരോ കഥകളും വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ടെൻഷൻ അടിപ്പിക്കുന്ന ഓരോന്നാണെന്ന് നമ്മൾ പഠിച്ചു. യുദ്ധಕ್ಕೆ വിരുദ്ധ അപ്പോൾ യുദ്ധത്തിനെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കുക എന്നാൽ നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കുകയും വേണം. പ്ലക്കാർഡ് രൂപത്തിലാക്കിയാണെങ്കിൽ യുദ്ധ നഹീം ശാന്തി ചാഹിയേ അല്ലേ, യുദ്ധം വേണ്ട സമാധാനം മതി. യുദ്ധ ചോടോ ജീവൻ ബചാവോ, യുദ്ധം ഒഴിവാക്കൂ ജീവിതം രക്ഷപ്പെടുത്തൂ അല്ലെ ജീവൻ രക്ഷപ്പെടുത്തൂ. യുദ്ധ രോക്കോ യുദ്ധം തടയൂ. മാനവത ബചാവോ മനുഷ്യത്വത്തെ രക്ഷപ്പെടുത്തൂ. യുദ്ധ മാനവതാക്ക ദുശ്മൻ ഹേ, യുദ്ധം എന്നത് മനുഷ്യൻ്റെ ശത്രുവാണ്. യുദ്ധ കോയി ഖൽ നഹീം, യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇങ്ങനെയുള്ള പ്ലക്കാർഡ് രൂപത്തിലുള്ള നമ്മൾ നാര അല്ലെങ്കിൽ മുദ്രാവാക്യം പോയിന്റ് പഠിച്ചു നോക്കുക, എഴുതി പഠിക്കുമായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. मैंने पहली बार युद्ध को इतनी करीब से जाना था. यहाँ युद्ध के क्या क्या चित्र आपके मन में आते हैं? युद्ध पर विवरण लिखे. അപ്പോൾ യുദ്ധത്തെക്കുറിച്ചുള്ള ഞാൻ ഒരിക്കലും യുദ്ധത്തെ ഇത്തനീ കരീബ് സെ ജാനാത്ത അല്ലേ, ഇത്രയും അധികമായിട്ട് ഞാൻ അടുത്ത് അറിയുന്നില്ല. യുദ്ധത്തിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? അപ്പോൾ യുദ്ധത്തിനെ കുറിച്ചൊരു വിവരണം തയ്യാറാക്കാനാണ് പറയുന്നത്. നിങ്ങൾക്കറിയുന്ന പോയിന്റുകൾ എഴുതാം, എന്നാലും ചെറിയൊരു ഉദാഹരണം ഇവിടെ കൊടുക്കാം. യുദ്ധ കേവൽ മനുഷ്യക്കോ ഭയ और വിനാശകാരി ബനാത്തെ ഹെ. യുദ്ധം കേവലം മനുഷ്യരെ ഭയപ്പെടുത്തുന്നതും അതുപോലെ തന്നെ നാശത്തിലേക്ക് നയിക്കുന്നതും ആണ്. ഏക്ക് സംഘർഷക്കെ മാധ്യം സെ ഹോത്തെ ഹെ അല്ലേ, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുമ്പോഴാണ് നമ്മൾ യുദ്ധം ആരംഭിക്കുക. യുദ്ധ സെ അനേക നാശ ഹോത്തെ ഹെ, യുദ്ധം കൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നു. ലോകോക്കോ അപ്പന അപ്പന ഗർ നഷ്ട ഹോത്തെ ഹെ, ജനങ്ങൾക്ക് എന്താകുന്നു? അവരവരുടെ വീടുകൾ നഷ്ടപ്പെടുന്നു അല്ലേ, കൃഷികൾ നഷ്ടപ്പെടുന്നു, ബന്ധുക്കൾ നഷ്ടപ്പെടുന്നു. ശാന്തി യാ സമാധാൻ ബി നഷ്ട ഹോത്തെ ഹെ, ശാന്തിയും സമാധാനവും ഇല്ലാതാകുന്നു. ലോക അപ്പനെ അപ്പനെ ജാൻ ബജാനേമേ, ജനങ്ങൾ അവരവരുടെ ജീവൻ രക്ഷപ്പെടുവാൻ വേണ്ടി ദൂസരെ ജഗ പർ ഭാഗ് ജാത്തെ ഹെ എന്ന് പറഞ്ഞാൽ മറ്റു സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നു, അങ്ങനെ ഓടി രക്ഷപ്പെടുന്നു. യുദ്ധ സെ സബ്സെ നുക്സാൻ ലോഗോं को ही होता है, ഏറ്റവും കൂടുതൽ നഷ്ടം ആർക്കാണ്? ജനങ്ങൾക്ക് തന്നെയാണ്. ഇസ്ലിയെ അതുകൊണ്ട് ഹി ഹമേം യുദ്ധ നഹീം ബൽക്കി സഹാനുഭൂതി ദയ और सहयोग की रास्ता സ്വീകാർ കർണ ചാഹിയേ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും യുദ്ധത്തിനോടല്ല കൂടുതൽ കാണിക്കേണ്ടത്, സ്നേഹം കാണിക്കേണ്ടത് സഹാനുഭൂതി, ജനങ്ങൾ പരസ്പരം സഹാനുഭൂതിയും അനുകമ്പ ദയ സഹതാപം ഇങ്ങനെയുള്ള വഴികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ശത്രുക്കൾ ആരും തന്നെ ഇല്ലെങ്കിൽ നമുക്ക് യുദ്ധത്തിൻ്റെയും ആവശ്യമുണ്ടാവില്ല എന്നും എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളും എഴുതി വെക്കുക. ഓക്കെ, പേജ് നമ്പർ 93 നോക്കാം. സംസ്മരൺ കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖെ. സംസ്മരണയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ശരിയായ വാക്കുകൾ നമുക്ക് തിരഞ്ഞെടുത്ത് എഴുതാം. ഇവിടെ 5 പോയിൻ്റാണ് കൊടുത്തത്, ശ്രദ്ധിച്ച് നോക്കുക. വിമാൻ ലേറ്റ് ഹോനെ പർ ലേഖിക എയർപോർട്ട് കെ ബാഹർ ഘൂമനെ ലഗി. എന്താണ് മനസ്സിലായത്? വിമാൻ ലേറ്റായപ്പോൾ ലേഖിക എയർപോർട്ടിൻ്റെ പുറത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ പോയിരുന്നോ? ശരിയാണോ? അത് പോയിട്ടുണ്ടോ? പോയിട്ടില്ല അല്ലേ, കാരണം കൈവേൽ എന്തില്ല, പൈസ ഉണ്ടായിരുന്നില്ല, അതുപോലെ ഫോണിന് ചാർജ് ഉണ്ടായിരുന്നില്ല അല്ലേ, അതുപോലെ തന്നെ വൈഫൈ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പാഠത്തിൽ. അപ്പോൾ ശരിയാണോ? അപ്പോൾ തെറ്റാണെന്ന് മനസ്സിലാക്കാം. ഫോൺ കി ബാറ്ററി കദം ഹോൻ ജാനെ സെ ലേഖിക മാ ബാപ്പ് സെ സമ്പർക്ക് നഹീം കർ സകി. ഫോണിൻ്റെ ബാറ്ററി എല്ലാം തീർന്നു, ലേഖിക അച്ഛനമ്മമാരോട് സമ്പർക്കം ചെയ്യാൻ ഫോൺ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതും ശരിയല്ലേ? സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പാഠഭാഗം ശരിക്കും വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അടുത്തത് വായിക്കാം. പൈസ ന ഹോനേക്കെ കാരൻ ലേഖികാനെ പാനി കി ബോത്തൽ വാപ്പസ് ദൂക്കാൻ പറകി. കയ്യിൽ പൈസ ഇല്ലാത്തത് കാരണം ലേഖിക എന്ത് ചെയ്തു? വെള്ളത്തിൻ്റെ കുപ്പി വീണ്ടും കഫേയിലേക്ക് തിരിച്ചു വെച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശരിയല്ലേ? അതെ, അത് ശരിയാണ്. नेक्स्ट सफ़ेद बुर्का पहनी लड़की ने
പാനിക്ക് ബോത്തൽ ലേഖിക കോതി. വെള്ള ബുർക്ക ധരിച്ച പെൺകുട്ടി വെള്ളത്തിൻ്റെ കുപ്പി ലേഖികയ്ക്കു നൽകി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിയാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ്, മാ ബാപ്പ് കി ദേഖ്ഭാൽ കേലിയെ. അമ്മയുടെയും അച്ഛൻ്റെയും സംരക്ഷണത്തിന് വേണ്ടി, ദേഖ്ഭാൽ എന്ന് പറഞ്ഞാൽ സംരക്ഷണം. യുദ്ധക്കെ സമയപ്പർ ബി. യുദ്ധത്തിൻ്റെ സമയത്തും ലടുക്കി സിറിയാക്കെ അപ്പനെ ഗർ ജാരഹി തി. ലടുക്കി സിറിയയിൽ തൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നും ശരിയല്ലേ? നമ്മൾ പാഠഭാഗത്തിൽ അങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതായിരുന്നു ശരിയല്ലാത്തത്? വിമാൻ ലേറ്റ് ഹോനേപ്പർ ലേഖിക എയർപോർട്ട് കെ ബാഹർ ഗൂമിനെ ലേഖ. ഫസ്റ്റ് ഭാഗമാണ് തെറ്റ്. ബാക്കിയെല്ലാം ശരിയാണെന്ന് മനസ്സിലാക്കുക. ലാസ്റ്റ് ഭാഗം വിശേഷ ദിവസ്. ഏതാണ് പ്രത്യേക ദിവസങ്ങൾ? ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി, ഓർ മാർച്ച് മാസം അല്ലേ? മഹീന എന്ന് പറഞ്ഞാൽ മാസം. ഫെബ്രുവരി മാസത്തെയും മാർച്ച് മാസത്തിൻ്റെയും വിശേഷ ദിവസവും കോ പഹച്ചാൻ, പ്രത്യേക ദിവസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. കം സെ കം 5 വിശേഷ ദിവസവും കോ സൂചിബന്ദ് കരെ. ഏകദേശം ഒരു 5 പോയിൻ്റെങ്കിലും ഫെബ്രുവരി മാസത്തിൻ്റെയും മാർച്ച് മാസത്തിൻ്റെയും നമുക്ക് എഴുതേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് എഴുതുക? സ്ത്രീയും ഓർ ബച്ചോം കാ സുരക്ഷാ ദിവസ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷാ ദിവസം എന്ന് പറയുന്നത് ഫെബ്രുവരി 11. അതുപോലെ വിശ്വ റേഡിയോ ദിവസ്. റേഡിയോ ദിവസ് എന്ന് പറയുന്നത് ഫെബ്രുവരി 13. വിശ്വ മാതൃഭാഷാ ദിവസ് അല്ലേ? ലോക മാതൃഭാഷാ ദിവസം ഫെബ്രുവരി 21. അതുപോലെ വിശ്വ ക്യാൻസർ ദിവസ് എന്ന് പറയുന്നത് ഫെബ്രുവരി 4. അടുത്തത് മാർച്ച് മാസത്തെ വിശേഷതകൾ നോക്കാം. വിശ്വ മഹിളാ ദിവസ്, ലോക മഹിളാ ദിനം മാർച്ച് 8. വിശ്വ ജല ദിവസ് മാർച്ച് 22. വിശ്വ നാടക ദിവസ് മാർച്ച് 27. വിശ്വ ക്ഷയരോഗ ദിവസ് മാർച്ച് 24. വിശ്വ വന്യജീവി ദിവസ് മാർച്ച് 3. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ എല്ലാവരും അവരവരുടെ നോട്ടിൽ എഴുതി പഠിക്കുക. ഓക്കെ, താങ്ക് യു.